അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ആദരവ് വിജ്ഞാനമാണ്. മനുഷ്യൻ മനുഷ്യനാകുന്നത് എന്തുകൊണ്ടാണ്? അറിവുകൊണ്ടാണ്. അള്ളാഹു തോൽപ്പിയിട്ട് അറിവില്ലെങ്കിൽ വലിയ മനുഷ്യന്റെ ആദ്യത്തെ മഹത്വം അറിവായ മനുഷ്യ നിന്റെ വലിപ്പത്തരം എന്ന് പറയാൻ വിജ്ഞാനമാണ്. വിജ്ഞാനത്തിന് വേണ്ടി ദാനം ചെയ്യുക, ചെലവഴിക്കുക. മനുഷ്യനെ മനുഷ്യനാക്കിയത് 3 ഘടകങ്ങളാണ്. ഒന്നെന്താ? വിജ്ഞാനം പഠിക്കുക, വിജ്ഞാനം പ്രചരിപ്പിക്കുക. വിജ്ഞാനം പഠിക്കുക, വിജ്ഞാനം പഠിക്കുക, വിജ്ഞാനം പ്രചരിപ്പിക്കുക. 2 വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിക്കുക. 3 വിജ്ഞാനത്തിന് വേണ്ടി അത് നിലനിൽക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്യുക. ഇത് മനുഷ്യന്റെ മാത്രം. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് മനുഷ്യൻ അറിവിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൊണ്ടാണ്. ഇപ്പൊ മൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ ഉണ്ട്, പക്ഷെ അറിവിന് വേണ്ടി അവർക്ക് കോളേജില്ല, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, നിസ്കാരം വരെയാണ്. അത് പക്ഷികൾക്ക് പോലെയാണ് നിസ്കാരം. ആകാശത്തൂടെ പറന്നു പോവുകയാണെങ്കിൽ പോലും പക്ഷികൾ നിസ്കരിക്കും എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ പക്ഷികൾക്ക് നിസ്കാരമുണ്ട്. എന്തില്ല? കോളേജില്ല, എൽമില്ല. മദ്രസ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമേ അല്ല. ഇവിടെ സ്വാഗതം പറഞ്ഞാൽ പറഞ്ഞത് ആദ്യകാലത്തുണ്ടാക്കിയ ഒരു മദ്രസയാണ്. ഇത് ആദ്യ കാലഘട്ടത്തെ മദ്രസയാണ്. ഇത് സാന്ദർഭികമായി രജിസ്ട്രേഷനിൽ ചേർക്കാൻ നേരം വൈകി പോയതാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. പഴയ കാലത്ത് ഓത്തുപള്ളി മദ്രസ, ഓത്തുപള്ളിയിൽ നിന്നാണ് മദ്രസയിലെത്തുന്നത്. ഒരാള് ഒരു മിസ്കീന് വേണ്ടി ചെലവഴിച്ചാൽ 1 ദിർഹമിന് 10 ദിർഹമിന്റെ കൂലിയാണ്. എന്നാൽ ഇൽമിന് വേണ്ടി ചെലവഴിച്ചാൽ 1 ദിർഹമിന് 9 ലക്ഷം ദിർഹമിന്റെ പ്രതിഫലമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل محمد يا ربي صل عليه وسلم. ഒരു മിസ്കീന് വേണ്ടി 1 ദിർഹം കൊടുത്താൽ 10 ദിർഹമിന്റെ കൂലിയാണ്. ഒരു ഇൽമിന് വേണ്ടി 1 ദിർഹം കൊടുത്താൽ 9 ലക്ഷം ദിർഹമിന്റെ കൂലിയാണ്. 9 ലക്ഷം ദിർഹമിന്റെ കൂലിയാണ്. എന്തുകൊണ്ട് ഇൽമ പോലെ സംഗതിയില്ല. ഏറ്റവും വലിയ ആരാധന ഇൽമുമായി ബന്ധപ്പെടലാണ്. ഇൽമു പോലെ ഒന്നുമില്ല. ജനങ്ങളെ മദ്രസയ്ക്ക് വേണ്ടി ദാനം ചെയ്യണം. മദ്രസയെ വിപുലീകരിക്കാൻ മദ്രസ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാണ് ഇത് വിപുലപ്പെടുത്തുന്നത്? നമ്മളെ കുട്ടികൾക്ക് നാഫിയായ ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. നാഫിയായ ഇൽമു പോലെ പ്രധാനപ്പെട്ട ഒന്നുമില്ല. കൊണ്ടുപോകില്ല പോലന്മാർ കൊടുക്കുന്നോറും നേരിടും മേന്മ നൽകും മഹൽ ഗുണം വിദ്യ തന്നെ മഹാധനം. വിദ്യാഭ്യാസം പോലെ ഒന്നുമില്ല, അഴിമ പോലെ ഒന്നുമില്ല.
അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കൊടുക്കണം. എന്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കിയത് 3 കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിജ്ഞാനം പഠിക്കുക, പ്രചരിപ്പിക്കുക, വിജ്ഞാനത്തിന് വേണ്ടി ചെലവഴിക്കുക, വിജ്ഞാനത്തിന് വേണ്ടി ഒത്താശ ചെയ്യുക. വേറെ ഏത് കാര്യത്തിലും ജീവജാലങ്ങളും ആ മനുഷ്യനെ പോലെ ഉണ്ട്. നിസ്കരിക്കുന്നതിൽ എല്ലാ ജീവികളും, ജീവനില്ലാത്ത മരങ്ങൾ, കല്ല്, അതൊക്കെ നിസ്കാരം മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ആരാധനയാണ് നിസ്കാരം. الشمس والقمر بحسبان والنجم والشجر يسجدان. മരങ്ങൾ വരെ സുജൂദിൽ നിസ്കരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു നമുക്ക് തരട്ടെ. പിന്നെ അമീസാണ് ജന്തു സാധനങ്ങളെല്ലാം നിസ്കരിക്കും. ഇതിനെ വിക്രിയെല്ലും ഇവ ഒന്നുമില്ല. എന്ത് വിജ്ഞാനം പഠിക്കലും പഠിപ്പിക്കൽക്കും മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, മരങ്ങൾക്കില്ല, കല്ലുകൾക്കില്ല. ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം തമ്മിൽ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന വ്യത്യാസമില്ല. ഈ ജീവജാലങ്ങൾ എല്ലാം നിസ്കരിക്കും. വിക്രല്ലോ, പക്ഷെ അറിവ് പ്രചരിപ്പിക്കില്ല, അറിവ് പഠിക്കില്ല. അപ്പോൾ മനുഷ്യനും മറ്റുതര ജീവജാലങ്ങളും വ്യത്യസ്തരാകുന്നത് മനുഷ്യാണിന്റെ അറിവ് കൊണ്ടാണ്. മദ്രസ വിപുലീകരിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു, എല്ലാവരും സഹകരിക്കാം. കാരണം എന്തുകൊണ്ട്? നമ്മളെന്ന കുട്ടികൾ നാളെ അല്ലല്ലാതെ അഴിഞ്ഞ് പഠിക്കാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾ എല്ലാവരും അധ്വാനിക്കണം. ചെറിയ അധ്വാനം പോരാ, അതിന് അധ്വാനിക്കണം. എന്താ കേരളത്തിന്റെ പ്രത്യേകത? കേരളത്തിന്റെ പ്രത്യേകത മുണ്ട പൊറുക്കി ഉടുത്തിട്ടാണെങ്കിലും ഇൽമിന് വേണ്ടിയിട്ട് നമ്മളെ കഴിഞ്ഞ കാല തലമുറകൾ ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മദ്രസകൾ, അതിന്റെ ഭൂമി, ഇതൊക്കെ പള്ളിയോടനുബന്ധിച്ച് മദ്രസക്ക് വഖഫിന്റെ ഭൂമി. എന്റെ കുട്ടിക്കാലത്ത് മൂറ്റാലത്തെ ഏറ്റവും നല്ല കെട്ടിടം മദ്രസക്കാണ്. ഏറ്റവും നല്ല കെട്ടിടം മദ്രസക്ക്. എന്റെ കുട്ടിക്കാലത്ത് ഓട, ആ കാലത്ത് വാർപ്പില്ല, ഓടാണ്. മൂത്തേടത്തെ പള്ളിയുടെ മുത്തവള്ളിയുടെ വീടിന്റെ മേൽക്കൂര വൈക്കോല് മേഞ്ഞിരുന്നു. എന്നാ മദ്രസ 2 നിലയും 2 മുകളിലും താഴെയും എല്ലാം മദ്രസ ഓടുമേഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും ആദരിച്ചിരുന്നത് മദ്രസയാണ്. നിങ്ങളെ വളരെ ചിന്തിക്കണം. ഇൽമ പോലെ മനുഷ്യന് പ്രത്യേകമായ ഒന്നുമേയില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരെ തൊട്ട് വ്യത്യസ്തമാകുന്നത് നബിയുടെ അനർഘമായ ഇൽമാണ്. അള്ളാഹു നമുക്ക് ആഫിയായി ഇങ്ങനെ തരട്ടെ. ഇൽമ പോലെ ഒന്നുമില്ല. എല്ലാവരും ചെലവഴിക്കണം, എല്ലാവരും ചെലവഴിക്കണം, എല്ലാം ചെലവഴിക്കണം. ഇൽമ പോലെ ഒന്നുമില്ല, ഇൽമ പോലെ ഒന്നുമില്ല. മക്ക പള്ളിയിൽ സ്വർഗമില്ല, മദീന പള്ളിയിൽ സ്വർഗമുണ്ട്. കേൾക്കണേ, മക്ക പള്ളിയിൽ സ്വർഗമില്ല, മദീന പള്ളിയിൽ സ്വർഗമുണ്ട്. മക്കാപ്പള്ളി സ്വർഗല്ല. മക്കപ്പള്ളി വലിയ പള്ളിയല്ലേ ആണ്, പക്ഷെ മദീന പള്ളിയിൽ സ്വർഗമുണ്ട്, മക്കപ്പള്ളി സ്വർഗല്ല. എന്തുകൊണ്ട്? സ്വർഗം എന്നാൽ വിജ്ഞാനമാണ്. വിജ്ഞാനത്തിന്റെ മജ്‌ലിസ് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അറിവിനെ പ്രചരിപ്പിച്ചാൽ അവിടെ എല്ലാം സ്വർഗപ്പൂന്തോട്ടുണ്ടാവും. മാനമര്യാദയ്ക്ക് പലവട്ടം പറഞ്ഞു നോക്കി, പക്ഷെ നാഫിയായ ഇൽമിനെ പറയാനും കേൾക്കാനും മക്കൾക്ക് സമ്മതിച്ചില്ല. അതുകൊണ്ട് മക്കയിൽ സ്വർഗമില്ല, അതിന് സ്വർഗമുണ്ട്.
മദീനയിൽ മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. മിൻബർ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനം പറഞ്ഞ് പ്രചരിപ്പിച്ച സ്ഥലമാണ്. വീട് എന്നാൽ ആലിമെ വിശ്രമിച്ച സ്ഥലമാണ്. അതിനിടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ആലിം ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ്. മദീന പള്ളിയിൽ തന്നെ മൊത്തം പള്ളി സ്വർഗ്ഗമല്ല. എന്തുകൊണ്ട്? ആ സ്ഥലത്തും ഇത്രത്തോളം നബി നടന്നിട്ടില്ല. മുത്തുനബി ആലിമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ എനിക്കല്ല, മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ ആലിമാണ് മുഹമ്മദ് മുസ്തഫ. ആലിമ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. നടന്നാൽ കൊടുക്കാം. അടുത്ത തോപ്പിക്ക് അള്ളാഹുത്തല തോപ്പിക്ക് ആലിം അങ്ങോട്ടുകൊണ്ട് നമ്മൾ മദീന പള്ളിയിൽ സ്വർഗമുണ്ട്, മക്ക പള്ളിയിൽ സ്വർഗമില്ല. മക്ക പള്ളി നല്ല പള്ളിയല്ലേ? നല്ല പള്ളിയൊക്കെ തന്നെ. പക്ഷെ സ്വർഗമല്ല. എന്തുകൊണ്ട്? സ്വർഗം ഉണ്ടാകണമെങ്കിൽ വിജ്ഞാനം ഉണ്ടാവണം. മര്യാദയ്ക്ക് വിജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ മക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ അവർക്ക് സ്വർഗം കിട്ടിയില്ല. നിശ്ചയം കിട്ടുക. ദുനിയാവിൽ അവർക്ക് സ്വർഗത്തിന്റെ എടുത്തുണ്ടാക്കി കൊടുത്തില്ല. മദീന പള്ളി അങ്ങനെയല്ല. മദീന പള്ളിയിൽ സ്വർഗമാണ്. ദുനിയാവ് തന്നെ സ്വർഗമാണ് മദീന പള്ളി. ഏത് സ്ഥലം? ആ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. മുഹമ്മദ് മുസ്തഫ. മക്ക പള്ളിയിലെ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലിയാണ്. മദീന പള്ളിയിലെ റൗളയിൽ നിസ്കരിച്ചാൽ ലാ യഅലമു സവാബഹ ഇല്ലല്ലാഹ്. കൂലി എത്രയാണ് അല്ലാഹ് എല്ലാത്തിനും അറിയില്ല. ഏറ്റവും കൂലി കിട്ടുന്ന സ്ഥലം റൗളയാണ്. റൗളത്തിൽ തൊട്ടിട്ട് കളിക്കും. ഏറ്റവും കൂലി കിട്ടുന്ന സ്ഥലം റൗളയാണ്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരും. അള്ളാഹുയായി ഇങ്ങനെ തരട്ടെ. ചിന്തിക്കും. 1-2 ദിവസം വേറെ കേൾക്കണം. നിങ്ങൾക്ക് ഉറക്കം വരികയാണ്. അപ്പോൾ ആഴ്ച മുഴുവൻ വേറെ പറഞ്ഞ് നമ്മളുണ്ടാവും. അപ്പൊ നമ്മൾ ഉറങ്ങിയില്ല. വളരെ ചിന്തിക്കും. പ്രശ്നം തോഫീക്ക് തരട്ടെ. ചിന്തിക്കും. മക്ക പള്ളിയിൽ സ്വതന്ത്രമായി വിജ്ഞാനം ദിവസം നടത്താൻ മക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ മുത്തുനബി മദീനയിലേക്ക് പോയി. മദീനക്കാർ പാട്ട് പാടിച്ചില്ല. പാട്ട് പാടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ പാട്ട് പാടി സ്വീകരിച്ചു. റസൂലുള്ളാഹി മദീനക്കാർ സ്വീകരിച്ചു. അതുകൊണ്ട് മദീനക്കാർക്ക് മദീനത്തിൽ സ്വർഗം കൊടുത്തിട്ടുണ്ട്. അവിടെ നിസ്കരിച്ചാൽ എത്ര കൂലിയാണെന്ന് അല്ലാഹു വല്ലപ്പോഴൊക്കെ അറിയില്ല. മക്ക പള്ളിയിൽ നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ കൂലിയാണ്. മദീന പള്ളിയിൽ സാധാരണ നിസ്കരിച്ചാൽ 1 റക്അത്തിന് 10,000 റക്അത്തിന്റെ കൂലിയാണ്. കൂലി അല്ലാഹു അറിയില്ല. എന്ത്? ആ റൗള എന്താണ്? മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന ലോകം കണ്ട ആലിം ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലം. ആലിം നടന്നപ്പോഴും സ്വർഗമാണ്. മുഖ്യന്മാരെ എത്ര ആലിമ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും. ഇതിൽ സ്വർഗം. പള്ളിയിൽ ആരാധിച്ചാൽ സ്വർഗം കിട്ടും. പള്ളി സ്വർഗമല്ല, മദ്രസ സ്വർഗമാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അത് പറഞ്ഞത് മനസ്സിലായോ? അത് പറയും മനുഷ്യന്മാരെ. പറഞ്ഞത് മനസ്സിലായില്ലേ? പള്ളി സ്വർഗമല്ല, മദ്രസ സ്വർഗമാണ്. പള്ളിയിൽ ആരാധിച്ചാൽ സ്വർഗം കിട്ടും. ഈ പള്ളി സ്വർഗം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? പള്ളിയിൽ ദർസുണ്ടാകണം. അത് പറഞ്ഞത് മനസ്സിലായില്ല. ആരാധിക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്താവൂല? സ്വർഗാവൂല. സ്വർഗാണെങ്കിൽ വിജ്ഞാനത്തിന്റെ സ്ഥലമാണ്. ഇത് മദ്രസയല്ലേ? പറയും മനുഷ്യന്മാരെ. ഇത് നിസ്കരിക്കാണ്ടാക്കിയതാണോ? അല്ല. ഇതെന്തിനുണ്ടാക്കിയതാണ്? ഇൽമ എന്താണ്? സ്വർഗാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. വിജ്ഞാനം പറയുന്ന സ്ഥലം സ്വർഗപ്പൂങ്കാപ്പാണ്.
പള്ളി നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്തല്ല സ്വർഗല്ല, അതിൽ പണിയെടുത്താൽ സ്വർഗം കേൾക്കാം. സ്വർഗം തന്നെയാണ്. ഇത് സ്വർഗം തന്നെയാണ്. ഇത് സ്വർഗമാണ്. അതും ഏത് സ്വർഗാന്നറിയോ? പിഞ്ചു മക്കൾ എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞും മക്കൾക്ക് അള്ളാന്ന് പഠിക്കാത്തത്. അപ്പൊ ഇതിന്റെ ഓരോ ബെഞ്ചിന്റെ കാലിനും വില ഉണ്ടാവും. ആ വില ദുന്യാവിലെ വിലയാവില്ല, പള്ളാത്തിന് വിലയാണ്. മനുഷ്യന്മാരെ ചിന്തിക്ക് തമാശയല്ല. പള്ളി സ്വർഗമല്ല, മദ്രസ സ്വർഗമാണ്. മക്ക പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാലും ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം അവിടെ പോകും, അവിടെ പറ്റില്ലെങ്കിൽ അവിടെ പോകും, അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ പോകും. ചിന്തിക്കും. എന്നാലോ റൗളയിലോ മദീനയിലെ റൗളയിലോ ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ കാല് കുത്താൻ സ്ഥലം കിട്ടിയാൽ തക്ബീർ കിട്ടും. അവിടെ സുജൂദ് ചെയ്യാൻ നോക്കൂല. കാരണം അങ്ങനെ നോക്കിയാൽ നിസ്കരിക്കാൻ കഴിയൂല. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ച് നിസ്കരിക്കുന്ന സ്ഥലം ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതേതാ? റൗള. മക്കത്തെ പള്ളി നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ആൾ വന്നാൽ നമ്മൾ നമ്മളെ മുൻകൂട്ട് അപ്പൊ ഇങ്ങോട്ട് മദീന പള്ളി അങ്ങനെ തന്നെയാണ്. പക്ഷെ റൗള അങ്ങനെയല്ല. റൗളയിൽ കാലാണ് വെക്കാൻ സ്ഥലം കിട്ടിയാൽ തെറ്റുവേർ കിട്ടും. എവിടെ സുജൂദ് ചെയ്യുന്നവരെ നമുക്കറിയില്ല. തെറ്റുവേർ കിട്ടും. കാരണം സുജൂദ് ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കാൻ നിന്നാല് എന്തേ റൗള സ്വർഗമാണ്. മദീനയിലെ റൗള സ്വർഗമാണ്. മാബൈന കബരി മുമ്പരി അവസരം സ്വർഗാണ്. സ്വർഗം തന്നെയാണ്. അത് സ്വർഗം തന്നെയാണ്. എന്ത് ആലിമ 10 കൊല്ലം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ആരാ ആലിം? മുഹമ്മദ് മുസ്തഫ. ഇൽമിന്റെ വില എന്താ പറഞ്ഞു? കഅബാലയത്തിന്റെ വലിപ്പം മഹത്വം പറയുന്നിടത്ത് ഹജറുൽ അസ്വദിനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. മഖാം ഇബ്രാഹിമിനെ പറഞ്ഞു. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم. അള്ളാന്റെ ഹിദായത്തിന്റെ വീടാണ് കഅബാലയം. ആ കഅബാലയത്തിന് വലിയ അത്ഭുതങ്ങളുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം മഖാം ഇബ്രാഹിമാണ്. നല്ല ഉഷാറിനാണെങ്കിലും ഞാൻ പറയുള്ളൂ. നല്ല ഉഷാറിനല്ല പറയും മനുഷ്യന്മാരെ. മനസ്സിലാവണില്ലേ? കഅബാലയത്തിന്റെ ഏറ്റവും വലിയ സംഗതി ഹജറുൽ അസ്വദ് എന്നല്ല പറഞ്ഞത്. അതിനെന്താ? മഖാം ഇബ്രാഹിം. ഹജറുൽ അസ്വദ് മഖാം ഇബ്രാഹിം നോക്കുകയാണെങ്കിൽ മഖാം ഇബ്രാഹിമിന് ആകെ ചരിത്രത്തിൽ ഒരു പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹജറുൽ അസ്വദിന് എന്നും പണിയാണ്. എന്നിട്ടും ഹജറുൽ അസ്വദ് അല്ല വലിയ മഖാം ഇബ്രാഹിം. ഹജറുൽ അസ്വദിന് ദമ്മാടികളെ കുറ്റം സ്വീകരിക്കുന്ന പണിയാണ്. മഖാം ഇബ്രാഹിം ആലിമിനെ ഏറ്റിട്ടുണ്ട് ഒരിക്കൽ. ആലിമാരാണ് ഇബ്രാഹിം. മുത്തനബികൾ നിങ്ങളിവിടെ എല്ലാ മനുഷ്യന്മാരെ ഇനി ചക്കനെ കൊണ്ടേ തിരിക്കേണ്ടി വരും. തലക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലായോ? നാട്ടിലെ ചമ്മാടികളെ മുഴുവൻ മൂക്കിട്ട് വരയ്ക്കുന്ന സ്ഥലമാണ് ഏത്? ഹജറുൽ അസ്വദ്. എല്ലാ അമുക്കുകളെയും അമുക്കത്തികളുടെയും മൂക്കിട്ട് വരയ്ക്കുന്ന സ്ഥലമാണ് എന്ത്? ഹജറുൽ അസ്വദ്. അങ്ങനെയാണ് അത് കറുത്തത്. നല്ല ചോർക്കുള്ള കല്ലേന്ന് കറുത്ത് ഈ അമുക്കുകളെയും അമുക്കത്തികളുടെയും മൂക്ക് ഏറ്റി 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 കൊണ്ട് അതൂരായി. അതിനുള്ള നീതിയില്ല. കാരണം അമുക്കുകളുടെ ദോഷം സ്വീകരിക്കാനുള്ളതാണ് അതിന് പ്രത്യേകത. മറ്റങ്ങനെയല്ല. മറ്റത് ഒരിക്കലും ഈ മനുഷ്യൻ അതിന്റെ പുറത്തേക്ക് കയറിയിട്ടുണ്ട്. ആര്? അത് മോലിയനാണ്, വലിയ ആലിമാണ്. ആര്?
ഇബ്രാഹിം ഇബ്രാഹിം അല്ല അല്ല എന്നിട്ടും അള്ളാഹുവിനെ ബഹുമാനം അതിനെ ഒന്നാം സ്ഥാനം കൊടുത്തില്ല. മഖാം ഇബ്രാഹിം നോക്കൊണ്ട് മുത്തല്ല, മഖാം ഇബ്രാഹിം കാലവച്ച. പക്ഷെ അത് ഏതോ അമുക്കിന്റെ കാലല്ല, ലോകം കണ്ട രണ്ടാമത്തെ ആലിമിന്റെ കാല. അപ്പൊ ആലിമിന്റെ കാല് പതിനാലും അത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അതാണ് മദീനത്തെ റൗളയുടെ പ്രത്യേകതയും ബഹുമാനപ്പെട്ട മക്കായിലെ മഖാം ഇബ്രാഹിം. മനുഷ്യന്മാരെ ചിന്തിക്കണം. ഇൽമ് പറയുന്ന സ്ഥലം, ഇൽമ് കേൾക്കുന്ന സ്ഥലം, ഇൽമിന് വേണ്ടി കെട്ടി ഉണ്ടാക്കിയ സ്ഥലം ചെറിയ സ്ഥലമല്ല, അതിന് വെല്ലുവിളുണ്ട്. മദ്രസ പള്ളി പോലെയല്ല, പള്ളി സ്വർഗമല്ല, മദ്രസ സ്വർഗമാണ്. എന്റെ മദ്രസ ഇൽമിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇൽമ സ്വർഗമാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാൻ. നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മദ്രസ വിപുലീകരണത്തിന് വേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി ദാനം ചെയ്യണം, അതിനുവേണ്ടി പണം നൽകണം, അതിനുവേണ്ടി എല്ലാവരും ജന്നത്ത് വരണം. പഴയതുപോലെ എല്ലാ ജനങ്ങളെ എല്ലാവരും ഭാഗമാക്കണം. ഇൽമിന് വേണ്ടി ചെലവഴിച്ചാൽ ആരാധനകളിൽ ഏറ്റവും വലിയ ആരാധന വിജ്ഞാനവുമായി ബന്ധപ്പെടലാണ്. മദ്രസ വിജ്ഞാനവുമായി ബന്ധപ്പെടലാണ്, പള്ളി ഇബാദത്തുമായി ബന്ധപ്പെടലാണ്. ഏറ്റവും വലിയത് എന്താണ്? മദ്രസ. കാരണം മദ്രസയിൽ പഠിച്ചാലേ പള്ളി സഹിയാവുള്ളൂ. മനസ്സിലായില്ല? പള്ളി നിസ്കരിക്കണമെങ്കിൽ ആദ്യം എവിടെ പഠിക്കണം? പള്ളി മനുഷ്യന്മാര് പഠിക്കണം. ചെറുത്തില്ല താമല് ബാത്തില, ചെറുത്തൊച്ച താമല് ബാത്തില. ഇവിടുന്ന് ചെറുത്ത് പഠിച്ച് മദ്രസയിൽ നിന്ന് പഠിച്ച് ആ ചെറുത്തനുസരിച്ച് പള്ളിയിൽ പോയി പണിയെടുത്ത് അമല് ചെയ്തു. പക്ഷെ ആ പള്ളിയിൽ ചില അമലാകണമെങ്കിൽ ചെറുത്ത് പഠിച്ചത് എവിടെ നിന്നാ, പള്ളി പഠിച്ചത് എവിടെ നിന്നാ? അത് മദ്രസയിലാ. അമല് ബാത്തിലാണ്. അപ്പൊ ചെറുത്താണ് ആദ്യം പഠിക്കേണ്ടത്, പള്ളാണ് ആദ്യം പഠിക്കേണ്ടത്. അത് എവിടുന്ന് പഠിച്ചോ? അത് മദ്രസയോ അത് കൊടുക്കാം. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട എല്ലാം സ്വർഗമായ ഗാനമാണ്. വിജ്ഞാനം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തോളൂ. പൈസയും മുതലൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പൈസ മുതല് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മുതല് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. തത്വജ്ഞാനം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ കൊടുക്കുകയില്ല എന്ന് പുറത്തു. മനസ്സിലായില്ല? മുതല് അല്ലാഹു ആർക്കും കൊടുക്കും, ആർക്കും കൊടുക്കും. അത് ദൈവത്തിന്റെ സാധനമാണ്. അല്ലാഹുക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല, ആർക്കും കൊടുക്കും. لو كانت الدنيا كلها تزن عند الله جناح بعوضة ما سقى كافرا شربة ماء. ഈ ദുനിയാവ് ആകെ ഇവിടുത്തെ മുതല് മൊത്തം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാനെ ചീത്ത പറയുന്ന കുഫറിന് അള്ളാഹു ഒരിക്കൽ വെള്ളം കൊടുക്കില്ലല്ലോ. പിന്നെന്തേ കൊടുക്കുന്നത്? ഈ വെള്ളത്തിന് അള്ളാഹു തആല വില വെച്ചിട്ടില്ല, ഈ ഭക്ഷണത്തിന് അള്ളാഹു തആല വില വെച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലേ? മനസ്സിലായില്ലേ? അറിയ മനുഷ്യന്മാര് അള്ളാഹു നാഫിയായ ഇങ്ങനെ തരട്ടെ. ഇത് അള്ളാഹു ആർക്കും കൊടുക്കും, ആർക്കും കൊടുക്കും. എന്നാൽ വിജ്ഞാനം ഇഷ്ടപ്പെടാത്തവർക്കല്ലാതെ കൊടുക്കുകയില്ല.
ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഞങ്ങളെ കൊടുക്കണം. മുതൽ ആർക്കും കൊടുക്കണോ? മുതൽ ബിൽഗേറ്റ്സിന് കൊടുക്കും, അനിൽ അംബാനിക്ക് കൊടുക്കും, മുകേഷ് അംബാനിക്ക് കൊടുക്കും, ധീരുഭായ് അംബാനിക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണോ മുതല്? തത്വജ്ഞാനം അങ്ങനെ കൊടുക്കൂല. തത്വജ്ഞാനമുള്ള ഇഷ്ടപ്പെട്ടവർക്കേ നൽകുകയുള്ളൂ. തത്വജ്ഞാനം ലഭിച്ചാൽ അയാൾക്ക് മഹാനേട്ടം ലഭിച്ചു. മുതലോ ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മുതൽ കൊടുക്കും, അല്ലാഹു ഇഷ്ടമില്ലാത്തവർക്ക് മുതൽ കൊടുക്കും. അബൂജഹലിന് കൊടുക്കുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. ഒന്നൊക്കെ പറയും മനുഷ്യന്മാരെ മൂത്താപ്പാനെ കേട്ടപ്പോലെയുള്ള ഇരിക്കുന്നത്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അവനും അമ്പാടും മുതൽ കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന് ചീത്തറിഞ്ഞ് നടന്നിരുന്ന ഹംസയിരുന്നു വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. മക്കയിലെ 4 മുതലാളിമാരിൽ ഒരാളാണ് വലീദ്. ആരാ വലീദ് എന്ന് പറയുന്നത്? അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞപ്പോൾ വലീദ് പറഞ്ഞു ഞാൻ ഏകനാണ്. മുത്തുനബി പറഞ്ഞു അള്ളാഹു ഏകനാ. അപ്പോൾ വലീദ് ഞാനും ഏകനാ, എന്റെ വാപ്പാക്കൊരു മകനെയുള്ളൂ. മനസ്സിലായില്ല? നിങ്ങൾ എന്തോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? സമ്മാടിയായ വലീദ് അള്ളാഹു ഏകനാണ് എന്ന് മുത്തുനബി പറഞ്ഞപ്പോ വലീദ് പറഞ്ഞു ഞാൻ ഏകനാണ്, എന്റെ വാപ്പാക്ക് ഞാനൊരു മകനേ ഉള്ളൂ, ഞാൻ ഏകനാണ്. എന്റെ ബാപ്പയും ഏകനാണ്, എന്റെ ബാപ്പാന്റെ വാപ്പാക്കൊരു മകനേ ഉള്ളൂ. മനസ്സിലായില്ല? അള്ളാഹ് ഒരു വട്ടം ഏകനാണ്, ഞങ്ങളെ കുടുംബത്തിൽ ഒക്കെ ഏകനാണ്. ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇവരെ ഗുളിക കഴിഞ്ഞതാണ്. ഗുളിക കഴിഞ്ഞൊന്നല്ല, അഹങ്കാരം. അപ്പോഴാണ് ആയത്തിറങ്ങിയത് അവൻ ഏകനാണെങ്കിൽ നിങ്ങൾ ഇനി അവനെ വിട്ടാൽ നിങ്ങൾ ഇനി അവനെ പറ്റി അവനോട് സംസാരിക്കണ്ട. അവൻ ഏകനാണെങ്കിൽ നിങ്ങൾ വിട്ടാലില്ലെങ്കിൽ അതിനെ എനിക്കൊരു കിടവയൊക്കെ കിട്ടില്ല, ശത്രുവിനെ കിട്ടിയില്ല. ഞാനും ഏകൻ. അള്ളാഹ് പറയാണ് എനിക്കൊരു ആളെ കിട്ടാൻ പറ്റിയിരുന്നു. ഞാൻ എനിക്കും മത്സരിക്കാൻ പറ്റിയ ഒരാളെ കിട്ടുവാണല്ലോ, ഒരു കിടവൊത്ത ഒരാളെ കിട്ടുവാണല്ലോ. ഇപ്പോഴാണ് എനിക്കൊരാളെ കിട്ടിയത്. ആരെ? വലീദിന്. ഞാൻ ഏകനാണ് ആണെന്ന് പറയുമ്പോ ഇവനും പറയുന്നു ഞാനും ഏകനാണ്. ഓൻ അള്ളാഹെക്കാളും ഏകനാണ്. അള്ളാഹ് ഒരു വട്ടം ഏകനാണെങ്കിൽ ഞാനും ഏകനാണ്, എന്റെ വാപ്പ ഏകനാണ്. അപ്പൊ ഞങ്ങൾ കുടുംബത്തോടെ ഏകന്മാരാണ്. ومن خلقت وحيدا وجعلت له مآلا ممدودا. ഏകനാത്രേ. وجعلت له مالا ممدودا. എമ്പാട് മുതൽ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ മുതല് അള്ളാഹു ശത്രുവിന് കൊടുക്കും. എന്നാൽ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ തത്വജ്ഞാനം നൽകുകയില്ല. ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ തത്വജ്ഞാനം നൽകില്ല. ഒരാൾക്ക് തത്വജ്ഞാനം കിട്ടിയാൽ എല്ലാം കിട്ടി. ചിന്തിക്കും, ഞാൻ കിട്ടുന്നില്ല. മുഅ്മിനീങ്ങളെ ചിന്തിച്ചോളെ, മുഅ്മിനീങ്ങളെ ചിന്തിക്ക്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹമുള്ള മുഅ്മിനീങ്ങളെ, മദ്രസ നിസ്സാരമല്ല. അത് തത്വജ്ഞാനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏറ്റവും വലിയ തത്വജ്ഞാനം അള്ളാഹ് പഠിക്കലാണ്. ഇവിടെ ആദ്യം പഠിപ്പിക്കുന്നത് അള്ളാഹാണ്. അത് വിപുലപ്പെടുത്താൻ എല്ലാവരും ദാനം ചെയ്യാം. നിസ്സാരപ്പെട്ട ദാനമല്ല, വല്ലാത്ത ദാനമാണ്. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൽമുള്ളവനും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞേക്കും. സ്വർഗ്ഗത്തിന്റെ വാതിൽ എത്തിയാൽ ഇൽമുള്ളവൻ ലജ്ജയോടുകൂടെ വാതിൽക്കൽ നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മലക്കുകളോട് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളോട് അള്ളാഹു തല കയറി പോകാൻ പറഞ്ഞത് നിങ്ങളെന്താ നിൽക്കുന്നത്? അപ്പോൾ പറയില്ല.
വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ എന്നെ സഹായിച്ച ആളുണ്ട്, അയാൾ സ്വർഗത്തിൽ കിടക്കാതെ ഞാൻ കിടക്കുന്ന മോശമാണ്, ഞാൻ കിടക്കില്ല എന്ന് അയാൾ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായി? വിജ്ഞാനമുള്ള മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അയാൾ സ്വർഗത്തിന്റെ പടിവാതിൽ എത്തിയാൽ നിന്ന് കളയും. അപ്പോൾ അല്ലാഹു ചോദിക്കും, മനുഷ്യ എന്താ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാത്തത്? അപ്പോൾ അയാൾ പറയും, റബ്ബേ ഞാൻ സഹായിച്ച ഒരാളുണ്ട്, അല്ലെങ്കിൽ 10 ആളുണ്ട്, അല്ലെങ്കിൽ 100 ആളുണ്ട്, അവർ സ്വർഗത്തിൽ കിടക്കാതെ എനിക്ക് കിടക്കാൻ പറ്റൂല, എനിക്കൊരു മാന്യത വേണ്ടേ? എനിക്ക് വിജ്ഞാനമില്ലാത്ത കാലത്ത് വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം പണം ചെലവാക്കി തന്നവർ അവരാണ്. അവരില്ലാതെ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ ലജ്ജയാണെന്ന് ഈ വന്ന മനുഷ്യൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതപ്പോ വിജ്ഞാനത്തിന് സഹായിക്കലാണത്. ഇതുപോലത്തെ ഒരു വിജ്ഞാനമല്ല. എന്തുകൊണ്ട്? ബാക്കിയൊക്കെ മേമ്പടി വിജ്ഞാനമാണ്, ബേസിക് വിജ്ഞാനം, മദ്രസ വിജ്ഞാനം. കോളേജിലും മറ്റും പോയാൽ അള്ളാഹുവിന്റെ സിഫാത്തിനെ കൂടുതൽ പഠിക്കാൻ മദ്രസയിൽ والله ما لك غير الله من عهده فحسبك الله في كل لك الله അതുകൊണ്ട് ജനങ്ങളെ മദ്രസയുടെ ആവശ്യത്തിന് ദാനം ചെയ്യണം. മദ്രസ നിലനിൽക്കണം, അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് ദീനുണ്ടാവുകയില്ല. മദ്രസയെ നിസ്സാരവൽക്കരിക്കരുത്, ഒരിക്കലും അടുത്ത തലമുറക്ക് ദീനുണ്ടാവുകയില്ല. മദ്രസയിൽ മാലിന്യങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പരമാവധി കഷ്ടപ്പെടുകയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തകന്മാർ ഞാനിവിടെ വന്നതിന് ശേഷവും എന്നോട് പറഞ്ഞു. മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ ഞെരുങ്ങുകയാണ്, വല്ലാതെ ഞെരുങ്ങുകയാണ്. നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ നടക്കുക, മദ്രസയിലെ കാര്യം നടക്കാതിരിക്കുക, അത് പറ്റൂല. നമ്മളെ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത് മദ്രസയാണ്. നമ്മളെ മക്കൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചത് മദ്രസയാ. ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിച്ചു, അതിന്റെ ബാപ്പ ഖബറിലേക്ക് പോയാൽ ഈ ബിസ്മി പഠിച്ച കുട്ടിയുടെ ഉപ്പാക്ക് ആ ദിവസം പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് തോക്കിക്ക് തരട്ടെ. ഒരുത്തം വഹിച്ചു, അവന്റെ കുട്ടി ഇവിടെ മദ്രസയിൽ പഠിക്കാൻ വന്നു. ആ കുട്ടി എന്ത് പഠിച്ചു? പറയും മനുഷ്യന്മാരെ, എന്ത് പഠിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിച്ചു. അത് എല്ലാം എഴുതാനും പഠിച്ചു. എങ്കിൽ ഖബർ അപ്പോഴത്തിന് വാപ്പ എന്തായി? പറയും മനുഷ്യന്മാരെ, മരിച്ചുപോയി. എങ്കിൽ ആ വാപ്പാക്ക് ആ കുട്ടി മദ്രസയിൽ പഠിക്കുന്ന നേരത്ത് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കർഷകനെ വലിയ ഭാഗ്യമല്ലേ? എന്താ ചോദിക്കണ്ടേ? അതുകൊണ്ട് മദ്രസ വളരെ ഉഷാറാക്കണം. എല്ലാവരും ദാനം ചെയ്യണം. മദ്രസയ്ക്ക് വേണ്ടി ദാനം ചെയ്യണം. മദ്രസ ഉഷാറാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല.